ചേട്ടാ, ഇപ്പോൾ ഈ ധനകാര്യമന്ത്രി KN ബാലഗോപാലിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു വിവാദം പൊട്ടിപ്പുറപ്പെടുന്നു കേൾക്കുന്നു. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ? അല്ല, സോഷ്യൽ മീഡിയയിൽ ധനകാര്യ വകുപ്പ് അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി അനുവദിച്ച തുകയുടെ ഒരു ഉത്തരവാണ് ഇപ്പോൾ പതിയെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ഈ ചർച്ചയായിരിക്കുന്നത് നമ്മുടെ മാധ്യമങ്ങളൊന്നും ഏറ്റെടുത്തിട്ടില്ല. എന്നാലും പറയാം, നമ്മുടെ ധനകാര്യമന്ത്രി 13/5/24 ഈ വർഷം 13-ാം തീയതി, ജൂൺ 13-ാം തീയതി, മെയ് 13-ാം തീയതി ചികിത്സയ്ക്ക് പോയി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. മെയ് 14-ന് ഡിസ്ചാർജ് ചെയ്തു ഒരു ദിവസം. അതിൻ്റെ ചെലവിലേക്ക് 1,91,601 രൂപ, 1,91,601 രൂപ അനുവദിച്ചുകൊണ്ടാണ് സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നത്. എവിടെയാണ് ചികിത്സയ്ക്ക് പോയത്? മെഡിക്കൽ കോളേജിൽ മന്ത്രി ചികിത്സയ്ക്ക് പോയതിന് 1,91,601 രൂപ. സ്വകാര്യ ആശുപത്രിയിലല്ല, മെഡിക്കൽ കോളേജിലെ ചികിത്സയെക്കുറിച്ച് എന്താ പറയുന്നത്? സാധാരണക്കാർക്ക് സൗജന്യമാണ് അല്ലേ? സംസ്ഥാനത്തെ മന്ത്രിക്ക് മെഡിക്കൽ കോളേജിൽ ഒരു ദിവസം ചികിത്സിച്ചതിന് 1,91,601 രൂപ. ഈ തുക അനുവദിച്ചു എന്നതാണ് ഇപ്പോഴത്തെ വിഷയം. അത് മന്ത്രി അവിഹിതമായി ഈ തുക എഴുതി മേടിച്ചൊന്നുമല്ല. അവിടെ അദ്ദേഹത്തിന് ആൻജിയോപ്ലാസ്റ്റി ചെയ്തു എന്നാണ് പറയുന്നത്. ആൻജിയോപ്ലാസ്റ്റിക്ക് പോലും പുറത്ത് സ്വകാര്യ ആശുപത്രിയിൽ ഇതിനേക്കാളും അല്പം കുറഞ്ഞ തുകയാവത്തുള്ളൂ. എന്നിട്ട് മെഡിക്കൽ കോളേജിൽ മന്ത്രിക്ക് 1,91,601 രൂപ ആൻജിയോപ്ലാസ്റ്റിക്കായി സർക്കാർ അനുവദിക്കുകയും ചെയ്തു. അപ്പോൾ സ്വകാര്യ ആശുപത്രികളെ അപേക്ഷിച്ച് കൂടിയ നിരക്ക് അവിടെ വരുന്നുണ്ട്, മെഡിക്കൽ കോളേജ് വരുന്നുണ്ട്. സ്വകാര്യ ആശുപത്രികളിൽ സൗജന്യമാണെന്നാണ് പറയുന്നത്. അല്ല, മെഡിക്കൽ കോളേജുകളിൽ സൗജന്യമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു മന്ത്രിക്ക് ഇത്രയായാൽ ഒരു പാവപ്പെട്ടവന് അവിടെ എങ്ങനെ ചികിത്സ കിട്ടും? അപ്പോൾ ഇത് മനസ്സിലാക്കുന്നത് അവിടെ ഈ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാനുള്ള സ്റ്റെൻറ്റ് ഉൾപ്പെടെയുള്ള സാധനങ്ങളൊക്കെ പുറത്തുനിന്ന് മേടിക്കേണ്ടി വന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇത് മന്ത്രിക്ക് സുഖമില്ല, അസുഖമാണെങ്കിൽ അത് ചികിത്സിക്കണം, അത് എത്ര ലക്ഷം രൂപയാണെങ്കിലും ചെലവഴിക്കണം. നമ്മുടെ ഒരു MLA-ക്ക് വേണ്ടി കോടികൾ ചെലവഴിച്ചിട്ടുണ്ട്, കുട്ടനാട്ടിലെ MLA ആയിരുന്ന NCPയുടെ. അപ്പോൾ അതൊക്കെ ഒരു പ്രിവിലേജാണ്. നമ്മുടെ ജനപ്രതിനിധികൾ നമുക്ക് വേണ്ടി സേവനം നടത്തുന്ന ഈ ബഹുമാന്യ വ്യക്തികളെയൊക്കെ പരിപാലിക്കേണ്ടതും അവരുടെ ജീവൻ കാത്തുരക്ഷിക്കേണ്ടതും പൗരന്മാരായ നമ്മുടെ കടമയാണ്. അതുകൊണ്ടാണല്ലോ എത്ര അൺലിമിറ്റഡ് ചികിത്സ സഹായമാണ്. എത്ര കോടി വന്നാലും നമ്മൾ കൊടുക്കണം. ഇതാണ് വ്യവസ്ഥ. ഓക്കെ, ബാലഗോപാലിന് സുഖമില്ല, ചികിത്സിക്കണം. അദ്ദേഹത്തിൻ്റെ ആരോഗ്യം പരമപ്രധാനമാണ്. അദ്ദേഹത്തിന് കേരളത്തിൻ്റെ പ്രിയപ്പെട്ട ധനകാര്യമന്ത്രിയാണ്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ നമ്പർ 1 കേരളം എന്ന് പറയുന്ന അവകാശവാദത്തിൻ്റെ ഒരു മുന ആരോഗ്യരംഗത്തെ നമ്മുടെ മെച്ചമാണ്. നമ്മുടെ ആശുപത്രികളിൽ ചികിത്സകളൊക്കെ സൗജന്യമാണ്, സാധാരണക്കാരൻ്റെ ആശ്രയമാണ് സർക്കാർ ആശുപത്രികൾ. അവിടെ എല്ലാ മരുന്നുമുണ്ട്, എല്ലാ സംവിധാനങ്ങളും ഉണ്ടെന്ന് നിരന്തരം പറയുന്ന ഒരു ആരോഗ്യമന്ത്രിയില്ലേ? അതെ, ആരോഗ്യമന്ത്രി, ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഇതാണോ നിങ്ങളുടെ മാതൃകാ കേരളം? ഒരു മന്ത്രിക്ക് മെഡിക്കൽ കോളേജിൽ ചികിത്സിക്കണമെങ്കിൽ ഏതാണ്ട് 2 ലക്ഷം രൂപയോളം വേണം. 1,91,600 2 ലക്ഷം രൂപയ്ക്ക് കുറച്ച് പൈസ കൂടെ ഉള്ളൂ. അത്രയും പൈസ ഉണ്ടെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തെ ധനകാര്യമന്ത്രിക്ക് പോലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സിക്കാൻ പറ്റുന്നുള്ളൂ. അത് ഒരു ദിവസം, ഒറ്റ ദിവസത്തേക്ക്. അപ്പോൾ മന്ത്രിയെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം അദ്ദേഹത്തിന് വേണമെങ്കിൽ തിരുവനന്തപുരത്തെ ഏത് സ്വകാര്യ ആശുപത്രിയിലും പോകായിരുന്നു. പക്ഷേ അദ്ദേഹം ഒരു നല്ല മന്ത്രി, കുറേ ആദർശവാനാണ്. അങ്ങനെയുള്ള മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന മന്ത്രി മെഡിക്കൽ കോളേജാണ് ഓപ്റ്റ് ചെയ്തത്. എന്നിട്ടും അദ്ദേഹത്തിന് ഇത്ര തുകയായെങ്കിൽ വീണ ജോർജ് മറുപടി പറയണം, പറഞ്ഞിട്ട് വേണം പോവാൻ. നിങ്ങളുടെ ആരോഗ്യ മേഖല എന്ന് നിങ്ങൾ ഊറ്റം കൊള്ളുന്ന ആരോഗ്യ മേഖലയിൽ മരുന്നില്ലേ, സ്റ്റെൻറ്റില്ലേ, സർജറിക്ക് സംവിധാനമില്ലേ? എങ്ങനെ ജനങ്ങൾ ജീവിക്കും? നിങ്ങൾ എന്ത് പറഞ്ഞിട്ടാണ് നമ്പർ 1 ആണ് ആരോഗ്യരംഗത്ത് കേരളം എന്ന് പറയുന്നത്? ഇതൊക്കെ തട്ടിപ്പാണോ? ആശുപത്രികളിൽ മരുന്നില്ല, സംവിധാനങ്ങളില്ല എന്നൊക്കെ പറയുന്നത് പോലെ. എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചിരുന്നു, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാര്യമാണ്. മെഡിക്കൽ കോളേജിൽ ഒരു സാധനവുമില്ല, സർജറിക്ക് വേണ്ടുന്ന ഗ്ലൗസ് വരെ നമ്മൾ മേടിച്ചു കൊടുക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നെ ഇന്ന് രാവിലെ ടെലിഫോണിലുണ്ട് സംസാരിച്ചതാണ്. അത് മാത്രമല്ല, അദ്ദേഹം മറ്റൊന്നും പറഞ്ഞു, രാത്രിയൊക്കെ ആകുമ്പോൾ അവിടെ ബൈസ്റ്റാൻഡറൊക്കെ നിൽക്കുമല്ലോ, ബൈസ്റ്റാൻഡർ നിന്നാൽ രാത്രി 2 മണിക്കാണ് ബ്ലഡ് ടെസ്റ്റ് വരുന്നത്. രാത്രി 2 മണിക്ക്. എന്നിട്ട് ബ്ലഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തന്നുവിടും. ഇതും കൊണ്ട് ഓടണം. ഓടിക്കഴിഞ്ഞ് അവിടെ ലാബിൽ കൊടുത്ത് പരിശോധിപ്പിച്ച് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മരുന്നും വാങ്ങി തിരിച്ചു വരണം. അപ്പോൾ ബൈസ്റ്റാൻഡർ ഉറങ്ങരുത്, ഉറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ജാഗ്രതയാണ്. അപ്പോൾ പരമാവധി ആളുകളെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ മാതാവ് ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ നേടി. കിടക്കാൻ ഒരിടം കിട്ടി എന്നതല്ലാതെ ബാക്കി സകലതും പൈസ കൊടുത്ത് മേടിക്കണം.
എന്നിട്ടാണ് നമ്മൾ കേരളത്തെ കണ്ടുപിടിക്കൂ, ഇത് കേരളമാണെന്നൊക്കെ പറയുന്നത്. ആ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി, താങ്കളുടെ വകുപ്പിന് കീഴിൽ ഇങ്ങനെയാണോ കാര്യങ്ങൾ നടക്കുന്നത്? നമ്മുടെ ധനകാര്യമന്ത്രിക്ക് പോലും, സർക്കാർ ആശുപത്രിയെ സെലക്ട് ചെയ്ത നമ്മുടെ ധനകാര്യമന്ത്രിക്ക് പോലും ഇത്ര ഭീമമായ തുക അടയ്ക്കേണ്ടി വന്നാൽ ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയെ, മറ്റു മെഡിക്കൽ കോളേജ് ആശുപത്രികളെ, കേരളത്തിലെ സർക്കാർ ആശുപത്രികളെ സമീപിക്കുന്ന പാവപ്പെട്ടവൻ്റെ അവസ്ഥ എന്താണ്? ഇതാണ് ഇതിനകത്ത് വിവാദം. കാരണം ഹൈടെക് ലെവലിലേക്ക് നമ്മുടെ ആരോഗ്യരംഗം വളർന്നു എന്നാണല്ലോ മന്ത്രി വളർന്നു അവിടെ. പക്ഷേ ഇപ്പോൾ അവിടെ അഡിക്വേറ്റ് ആയിട്ടുള്ള സാധനങ്ങളില്ല, സംവിധാനങ്ങളില്ല. അതുകൊണ്ടാണ് ആരോഗ്യമന്ത്രിക്ക് ഇത്ര തുക ചെലവഴിക്കേണ്ടി വന്നത്. അദ്ദേഹം റീഇംബേഴ്സ് ചെയ്യാനായിട്ട് അപേക്ഷ കൊടുത്തു, റീഇംബേഴ്സ് ചെയ്തു, കയ്യിൽ നിന്ന് കൊടുത്തതുകൊണ്ടാണ്. അതെ അതെ. അപ്പോൾ അത് അത്രയും പൈസ ചെലവായി, അദ്ദേഹത്തിന് അവകാശപ്പെട്ടാണ്. ഇനി നമ്മൾ നോക്കൂ, നമ്മുടെ സംസ്ഥാനത്ത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ആരോഗ്യ സംവിധാനങ്ങളാണ് നമ്മുടെ കേരളത്തിലുള്ളതെന്ന് നിരന്തരം പറയുന്നുണ്ട്. അതെ, നിരന്തരം പറയുന്നുള്ള നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചികിത്സയ്ക്ക് പോകുന്ന എവിടെയാണ്? അമേരിക്കയിലാണ്. 2021 മുതൽ മുഖ്യമന്ത്രിയുടെ ചികിത്സാ ചെലവ് എന്ന് പറയുന്നത് 75 ലക്ഷത്തിന് 68 രൂപയുടെ കുറവേ ഉള്ളൂ. 75 ലക്ഷം പൂർത്തീകരിക്കാൻ 68 രൂപ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയൊക്കെ ചികിത്സയുടെ ചെലവ്. അതായത് കൃത്യം പറഞ്ഞാൽ 74,79,932 രൂപയാണ് മുഖ്യമന്ത്രിക്ക് ചിലവായത്. അതിൽ അമേരിക്കയിലെ മയോ ക്ലിനിക്കിൽ അദ്ദേഹം 2022 ജനുവരി 11 മുതൽ 27 വരെ ചികിത്സിച്ചതിന് 29,82,000 രൂപയായിട്ടുണ്ട്. 2022 ഏപ്രിൽ 26 മുതൽ മെയ് 9 വരെയുള്ള ചികിത്സാ ചെലവ് 42,27 ലക്ഷമാണ്. ആദ്യത്തേത് 29.82, രണ്ടാമത്തേത് 42.27, അങ്ങനെ 72,09,000 രൂപ മുഖ്യമന്ത്രിക്ക് മയോ ക്ലിനിക്കിൽ മാത്രമായിട്ടുണ്ട്. ബാക്കി അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും കൂടെ ഒക്കെ കൂട്ടുമ്പോഴാണ് 75 ലക്ഷത്തിന് 68 രൂപയുടെ കുറവ്. അതും ആവശ്യമാണ് നമ്മുടെ മുഖ്യമന്ത്രി. അതിനകത്ത് നിയമവിരുദ്ധമായിട്ടൊന്നുമില്ല മുഖ്യമന്ത്രിക്ക്. പക്ഷേ അവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇന്ത്യയിലെ ആശുപത്രികളിൽ പോലും, കേരളം വിട്, കേരളമാണ് നമ്പർ 1, ഇന്ത്യയിലെ മറ്റ് ആശുപത്രികളൊക്കെ മോശമാണ്. മറ്റ് ആരോഗ്യരംഗത്ത് നമ്പർ 1 ആയ കേരളത്തിൽ എന്തുകൊണ്ട് ചികിത്സിക്കാത്ത ചോദ്യം ചോദിക്കുന്നില്ല. നമ്പർ 1 എന്നുള്ളത് വെറും തള്ളു മാത്രമാണെന്ന് നമുക്കറിയാം. പക്ഷേ ഇന്ത്യയിൽ മറ്റൊരുപാട് ആശുപത്രികൾ, നമ്മുടെ വെല്ലൂർ മുതൽ എയിംസ് വരെയുള്ള ആശുപത്രികൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇന്ത്യയിലെ പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും ഉൾപ്പെടെയുള്ള ആളുകൾ ചികിത്സയുള്ള എയിംസിലാണ്. അദ്ദേഹം മയോ ക്ലിനിക്കിലാണ് പോയത്. കുഴപ്പമില്ല. അപ്പോൾ ഇവരുടെയൊക്കെ പ്രധാനമന്ത്രി മുതൽ രാഷ്ട്രപതി മുതൽ നമ്മുടെ MLA-മാർ വരെയുള്ളവരുടെ ചികിത്സാ ചെലവ് ജനങ്ങളാണ് വഹിക്കുന്നത്. ഒരു തർക്കവുമില്ല, അതിനകത്ത് അഴിമതിയൊന്നുമില്ല. അങ്ങനെ തന്നെയാണ് ഈ സിസ്റ്റം. അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ തന്നെ ചെയ്യണം. ഞാനിപ്പോൾ വെറുതെ രസകരമായ ഒരു കാര്യം ചോദിക്കട്ടെ. നമ്മുടെ സർക്കാർ ജീവനക്കാർക്ക് എങ്ങനെയാണ് ചികിത്സ കിട്ടുന്നത്? ഇപ്പോൾ എന്താ മെഡിസെപ്പ് എന്ന് പറഞ്ഞിട്ട് മെഡിസെപ്പ് എന്നും പറഞ്ഞ് ഒരു ഇൻഷുറൻസ് ഏർപ്പെടുത്തിയിരിക്കുക. അതെ അല്ലേ? നമ്മളൊക്കെയും നമ്മുടെ നാട്ടിലെ സാധാരണ ജനങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ കാരുണ്യ, ആയുഷ്മാൻ ഭാരത് എന്നൊക്കെ പറഞ്ഞ ഇൻഷുറൻസ് ഉണ്ട്. പിന്നെ ആളുകളും ഇന്നത്തെ കാലത്ത് ആരോഗ്യ ഇൻഷുറൻസ് എടുക്കുന്നുണ്ട്, സ്വന്തമായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 10,000 രൂപയൊക്കെ കൊടുത്താൽ ഒരു 5 ലക്ഷം രൂപ വരെയുള്ള ആവറേജ് ഒരു ഇൻഷുറൻസ് കിട്ടും, സ്വാഭാവികമായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ഈ മന്ത്രിമാരെയും MLA-മാരെയും എല്ലാം കൂടെ ചേർത്തൊരു ഗ്രൂപ്പ് ഇൻഷുറൻസ് എടുത്താൽ ഒരു 10-50 ലക്ഷം രൂപ കൊടുത്താൽ അൺലിമിറ്റഡ് ആയിട്ട് ഇവർക്ക് എത്ര തുക കിട്ടുന്ന ഒരു ഇൻഷുറൻസ് കിട്ടത്തില്ലേ? തീർച്ചയായിട്ടും. എന്തുകൊണ്ടാണ് എടുക്കാത്തത്? കേരളത്തിലെ സർക്കാർ ജീവനക്കാർ ഇൻഷുറൻസ്, ജനങ്ങൾക്ക് കേന്ദ്രവും സംസ്ഥാന സർക്കാരും കൊടുക്കുന്ന ഇൻഷുറൻസ്, വ്യക്തികൾ എടുക്കുന്ന ഇൻഷുറൻസ്, മന്ത്രിമാർ മാത്രം എടുക്കൂല. എന്തുകൊണ്ടാണ് നമ്മുടെ മന്ത്രിമാർ, മുഖ്യമന്ത്രിമാർ, MLA-മാർ ഒരു ഗ്രൂപ്പ് ഇൻഷുറൻസ് കേരള സർക്കാർ അവർക്ക് വേണ്ടി നടപ്പാക്കാത്തത്? സർക്കാർ ഉദ്യോഗസ്ഥർ മാത്രം എടുത്താൽ മതിയോ? ഈ ജനപ്രതിനിധികൾക്ക് എന്തെങ്കിലും പ്രിവിലേജ് ഉണ്ടോ? എന്തിന്? അല്ല, ഇനി ഇൻഷുറൻസ് എടുക്കാൻ പാടില്ല. ഇൻഷുറൻസ് എടുക്കാൻ പാടില്ല നിയമമല്ല ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ഈ ഗ്രൂപ്പ് ഇൻഷുറൻസ് എടുത്ത് മന്ത്രിമാർക്കും MLA-മാർക്കും വേണ്ടി, MLA-മാരാണല്ലോ മന്ത്രിമാരാവുന്നത്, ഒരു MLA-ക്കും മന്ത്രിക്കും അൺലിമിറ്റഡ് ആയിട്ട് ചികിത്സ തേടാം, ചികിത്സാ തുക കിട്ടും. അതുകൊണ്ടാണ് കുട്ടനാട് MLA-ക്ക് കോടികൾ കിട്ടിയത്. കോടികൾ അനുവദിച്ചു, കോടികൾ കിട്ടിയെന്നുള്ളത് ഞാൻ തിരുത്തുന്നു. കോടികൾ ചികിത്സയ്ക്കായി അനുവദിച്ചത്. കറക്റ്റായല്ലോ? ഓക്കെ. അപ്പോൾ അതുകൊണ്ട് അതുപോലെ MLA-ക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ MLA-മാർക്ക് ഏർപ്പെടുത്തിയാൽ മതി. അപ്പം മന്ത്രിമാർക്കും കിട്ടും, മുഖ്യമന്ത്രിക്കും കിട്ടും. എന്തുകൊണ്ട് കേരളത്തിൽ ഇടതും വലതും എല്ലാം ഭരിച്ചിട്ടും, മാറി മാറി ഇക്കാലം അത്രയും ഭരിച്ചിട്ടും MLA-മാർക്ക് വേണ്ടി മാത്രമല്ല MLA-മാർക്ക് വേണ്ടി ഒരു ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കുന്നില്ല? അത്രയും ചിന്തിക്കാൻ കഴിവില്ലാത്ത ഉദ്യോഗസ്ഥരായിരിക്കും ഇനി. ചിന്തിച്ചത് കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. ചിന്തിച്ചതുകൊണ്ടാണ്. കാരണം ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ കാശ് കിട്ടത്തില്ലല്ലോ. കാശ് ആശുപത്രിയിലല്ലേ കൊടുക്കുള്ളൂ. അപ്പോൾ ഞാൻ പറയുന്നത് മുഖ്യമന്ത്രിയുടെയും ധനകാര്യമന്ത്രിയുടെയും ഇൻഷുറൻസിൻ്റെ പേരുള്ള തുക അടിച്ചു മാറ്റി എന്നല്ല ഞാൻ പറയുന്നത്. കാരണം ഇത് കൊടുത്തിരിക്കുന്നത് എവിടെയാ?
തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ബാലഗോപാലിൻ്റെ. പക്ഷേ അല്ലാത്ത കേസുകളിൽ ബില്ലുകൾ കൊടുത്താൽ തുക സർക്കാർ റീഇംബേഴ്സ് ചെയ്യുകയാണ്. അപ്പോൾ അതിനകത്ത് എന്താണ് ഈ MLA മാർക്കും മന്ത്രിമാർക്കും മാത്രം ഇൻഷുറൻസ് എടുക്കത്തേയില്ല എന്ന് വാശി പിടിക്കുന്നത്? അവിടെ ഒരു കുഴപ്പമുണ്ട്. ആ കുഴപ്പം എന്ന് പറയുന്നത് ജനങ്ങളുടെ സംശയമാണ്. അതായത് സർക്കാർ തന്നെ എല്ലാ സർക്കാർ ജീവനക്കാർക്കും നേരത്തെ റീഇംബേഴ്സ്മെന്റ് ആയിരുന്നു അല്ലേ? സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ചികിത്സ നടത്തിയിട്ട് ബില്ല് കൊടുത്താൽ സർക്കാർ തിരിച്ചു കൊടുക്കുമായിരുന്നു. അത് അവസാനിപ്പിച്ചു. അപ്പോൾ ജനങ്ങൾക്കുള്ള ഈ റീഇംബേഴ്സ്മെന്റ് എല്ലാം അവസാനിപ്പിച്ച് ഇൻഷുറൻസിലേക്ക് പോകാൻ പറയുന്ന ഭരണകൂടം എന്തുകൊണ്ടാണ് ജനപ്രതിനിധികൾക്ക് MLA മാർക്ക് ഇൻഷുറൻസ് വേണം എന്നത് ആലോചിക്കുക പോലും ചെയ്യാത്തത്? അതിനുത്തരം പറയാൻ സർക്കാർ ബാധ്യതയുണ്ട്, MLA മാർക്ക് ബാധ്യതയുണ്ട്. വേണ്ടേ? ഒരു MLA ആവശ്യപ്പെടുന്നില്ല നമുക്ക് ഇത്രയും കോടി ചികിത്സാ ചെലവിന് വേണ്ടിയിട്ട് നമ്മുടെ MLA മാർക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യൂ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അല്ലെങ്കിൽ സ്പീക്കർ, സഭാനാഥനായ അങ്ങ് എല്ലാ 140 MLA മാർക്കും കൂടെ ചേർന്നിട്ട് ഒരു ഇൻഷുറൻസ് സ്കീം പ്രഖ്യാപിച്ചിട്ട് ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് കമ്പനിയായിട്ട് ടൈപ്പ് ഉണ്ടാക്കി ഒരു എമൗണ്ട് കൊടുത്താൽ പിന്നെ സർക്കാരിൻ്റെ ഒരു ബാധ്യതയില്ല. ഖജനാവിൽ നിന്ന് ഒരു പൈസ പിന്നെ മുടക്കണ്ട, കമ്പനി നോക്കിക്കോളും. അതിന് എന്തുകൊണ്ട് കേരളം ഇതുവരെ ഭരിച്ച ഒരു സർക്കാരും തയ്യാറാവുന്നില്ല എന്ന ചോദ്യം ഒരു വലിയ ചോദ്യമാണ്. കാരണം അതൊരു കറവ പശുവാണ് എന്ന് ജനങ്ങൾ സംശയിച്ചാൽ തെറ്റ് പറയാൻ പറ്റില്ല. കാരണം ആശുപത്രികളിലെ ബില്ല്, ചികിത്സ എന്ന് പറയുമ്പോൾ യുനാനി മുതൽ അലോപ്പതി വരെയുള്ള ചികിത്സയുണ്ട്. അതിനകത്ത് സുഖചികിത്സയും വരും, എല്ലാം വരും. എവിടെ പോയിട്ടും ബില്ല് കൊടുത്താൽ മതി, കാശ് കിട്ടും. അപ്പോൾ ആ സംവിധാനം മറ്റുള്ളവർക്കെല്ലാം ഇൻഷുറൻസ് നിഷ്കർഷിക്കുന്നവർ എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഇൻഷുറൻസ് അത് വേണ്ട എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ഇവിടെ നാട്ടിലെ ഓരോ ജനവും ചോദിക്കണ്ടേ? വേണം. എന്തുകൊണ്ടായിരിക്കും? സിനുവിന് എന്താ തോന്നുന്നത്? ഈ പറയുന്ന പോലെ ചില തന്ത്രങ്ങളുടെ ഭാഗമായിരിക്കും അല്ലേ? പ്ലാനിങ് ആണ് എന്ന് നമ്മൾ സംശയിക്കും. അതുകൊണ്ട് അടുത്ത ബഹുമാനപ്പെട്ട സ്പീക്കറോടുള്ള എൻ്റെ അപേക്ഷയാണ്. കാരണം 140 MLA മാരുണ്ട് ഈ കേരളത്തിലെ 4 കോടി ജനങ്ങൾക്ക് വരുന്ന പോലെ പനി മുതൽ വയറിളക്കം മുതൽ കോളറ മുതൽ മഞ്ഞപ്പിത്തം വരെ എന്തു രോഗവും നമ്മുടെ ബഹുമാനരായ MLA മാർക്കും വരാം. അതുകൊണ്ട് അവരെ സംരക്ഷിക്കണം. അതിനു വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി അടുത്ത സമ്മേളനത്തിലെങ്കിലും സ്പീക്കർ മുൻകൈയെടുത്ത് ഒരു ഗ്രൂപ്പ് ഇൻഷുറൻസ് പോളിസി അൺലിമിറ്റഡ് ആയിക്കോട്ടെ, അവർക്കൊരു 5 കോടി രൂപ വരെ കിട്ടുന്ന സ്കീം നടപ്പാക്കൂ. ഞങ്ങളുടെ കാശില്ലേ കയ്യിൽ ഉണ്ടല്ലോ, ഖജനാവിൽ നമ്മുടെ പൈസയുണ്ട്, നികുതിപ്പണമുണ്ട്, എടുത്ത് ചെയ്യൂ. ഞങ്ങളുടെ ജനപ്രതിനിധികളെ രക്ഷിക്കേണ്ടത്, അവർക്ക് ചികിത്സ കൊടുക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് ഒരു പൗരൻ എന്ന നിലയിൽ നമ്മൾ ഓരോരുത്തരും പറയുന്നു. പക്ഷേ അതിന് ഖജനാവിൽ പൈസ കൊടുക്കാതെ നിങ്ങൾ ഇൻഷുറൻസ് സ്കീം നടപ്പാക്കൂ. ധൈര്യമുണ്ടോ? ഏതെങ്കിലും MLA, കേരളത്തിലെ 140 MLA മാരോടും ഞാൻ ചോദിക്കുകയാണ്, ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും MLA മാരോട്, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോട് ചോദിക്കുന്നു, ABC ചോദ്യമാണ്. അങ്ങ് പറയുമോ സർക്കാരിൻ്റെ വലിയ ദൂർത്തെന്നൊക്കെ പറഞ്ഞിട്ട് ബഹളം വെക്കുന്ന ആളാണല്ലോ VD സതീശൻ? സതീശനൊരു പ്രമേയം അവതരിപ്പിച്ചുകൂടെ? അല്ലെ മാത്യു കുഴൽനാടൻ, അഴിമതിക്കെതിരായ കുരിശുബദ്ധ നടത്തുന്ന മാത്യു കുഴൽനാടൻ ഒരു സ്വകാര്യ ബില്ല് അവതരിപ്പിക്കുക, MLA മാർക്ക് ചികിത്സാ സഹായം ലഭ്യമാക്കാൻ വേണ്ടി ഒരു ഗ്രൂപ്പ് ഇൻഷുറൻസ് നടപ്പാക്കണം, ഖജനാവിൽ നിന്ന് ബില്ല് കൊടുത്ത് റീഇംബേഴ്സ് ചെയ്യുന്ന പരിപാടി അവസാനിപ്പിക്കണമെന്ന് ഒരു സ്വകാര്യ ബില്ല് അവതരിപ്പിക്കാൻ അല്ലെങ്കിൽ ഒരു സബ്മിഷനെങ്കിലും ഉന്നയിക്കാൻ മാത്യു കുഴൽനാടനെങ്കിലും തയ്യാറാവുമോ? ആരും തയ്യാറാവത്തില്ല. ഇപ്പോൾ എഴുതി വെച്ചോ, ഒരൊറ്റയാളും നമ്മുടെ ഈ വെല്ലുവിളി ഏറ്റെടുക്കില്ല. കാരണം അവർക്ക് ബില്ലുകൾ മതി. ബില്ലുകൾ പൊന്നു കായ്ക്കുന്ന മരങ്ങളാണ്. ആ മരം ഇങ്ങനെ എല്ലാവരുടെയും സ്വപ്നത്തിലുണ്ടാവും. പല മാർഗങ്ങളിലൂടെ ബില്ല് കിട്ടുമായിരിക്കും അല്ലേ? അറിയില്ല, എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. എനിക്കറിയില്ല. എങ്കിൽ ഞാൻ ചോദിക്കാം, എൻ്റെ ചോദ്യം, ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഇൻഷുറൻസ് മതി, പൊതുജനങ്ങൾക്ക്, നമ്മൾ ഓട്ടുകുത്ത് തൊഴിലാളികളാണല്ലോ, ജനങ്ങൾക്ക് ഇൻഷുറൻസ് മതി. സർക്കാരിൻ്റെ അവയവങ്ങളായ ചക്രങ്ങളായ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക്, ബ്യൂറോക്രസിക്കും ഇൻഷുറൻസ് മതി. MLA മാർക്ക് മാത്രം ഇൻഷുറൻസ് വേണ്ട. അത് ഖജനാവിലെ പണം തന്നെ വേണം ചികിത്സിക്കാൻ, അൺലിമിറ്റഡ് ആയിട്ട് വേണം എന്ന് പറയുന്നതിൻ്റെ യുക്തി എന്താണെന്നെങ്കിലും ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരണം. പിന്നെ എനിക്ക് ബഹുമാനപ്പെട്ട വീണ മന്ത്രിയോട് ചോദിക്കാനുള്ളത്, കേരളത്തിലെ ധനകാര്യമന്ത്രിക്ക്, നമ്മുടെ ഖജനാവിൻ്റെ കാവൽക്കാരനായ ധനകാര്യമന്ത്രിക്ക് പോലും കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജായ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്ക് പണം കൊടുക്കേണ്ടി വന്നുവെങ്കിൽ ഈ നാട്ടിൽ എന്ത് ആരോഗ്യ വിപ്ലവമാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? എങ്ങനെയാണ് ആരോഗ്യരംഗത്ത് കേരളം 1ാം സ്ഥാനത്താണെന്ന് നിങ്ങൾ അവകാശപ്പെടുന്നത്?
കേരളത്തിന് ഒരു ക്യാപ്റ്റൻ ഉണ്ട് എന്ന് പലതവണ പറഞ്ഞിട്ടുള്ള നിങ്ങൾ, ഈ കപ്പൽ ആടി ഉലയാതെ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞ നിങ്ങൾ, ഈ ആരോഗ്യരംഗത്ത് എന്തുകൊണ്ട് ബാലഗോപാലിന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 2 ലക്ഷം രൂപ അടുത്ത് ചികിത്സയ്ക്കായി ചെലവായി എന്നത് നിർബന്ധമായും മറുപടി നൽകേണ്ടുന്ന ചോദ്യമാണ്. ആ ചോദ്യം കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ആരോഗ്യമന്ത്രിയോട് ഞങ്ങൾ ചോദിക്കുന്നു. അങ്ങയുടെ മുന്നിൽ ഞങ്ങളുടെ ഈ ചോദ്യമുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.